ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 ഡേയ്സ് അടുപ്പിച്ച് ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഷോർട്സ് വീഡിയോസിൽ നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് ലോങ് വീഡിയോസിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കുറച്ചൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ ആദ്യം, അതിനുശേഷം ഞാൻ അതൊക്കെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കിപ്പം വയ്യാണ്ടിരിക്കുകയാണ്. അതല്ല സന്തോഷം. എന്നുവെച്ചാൽ അമ്മയ്ക്കിപ്പോൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അമ്മേനെ ഒന്ന് സഹായിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സന്തോഷം കിട്ടും. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. കഴിഞ്ഞൊരു 6, 7, 8 മാസം ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മൂഡ് ഔട്ട് ആക്കുന്നത്. ഒരു അത്യാവശ്യം ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട്, പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം വെറുതെ ഇത്ര നാളും എന്നുവെച്ചാൽ വേസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിക്ക് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഹോം ടൂർ, അതായത് എൻ്റെ വീട് പണിതതിന് ശേഷം ഒരു 50% പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഹോം ടൂർ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% പണികളൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെ പണി ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കൂടുതൽ പണിയൊന്നും ഇതിലിട്ട് ചെയ്യാനും പോകുന്നില്ല. അപ്പം ഇപ്പോൾ കഴിഞ്ഞ് അത്യാവശ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിക്ക് നിൽക്കുകയാണ്, പണിയെല്ലാം തീർത്ത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഹോം ടൂർ എടുക്കാമെന്ന്. പക്ഷെ അതൊരു എന്താ പറയുക, എനിക്കത്ര ഒരു ഇഷ്ടമുള്ളൊരു കണ്ടൻറ് അല്ല അത്. എന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയിട്ട്, ഇപ്പം സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വേണം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാനെൻ്റെ ഹോം ടൂറും റൂം ടൂറും അങ്ങനെ എല്ലാം നല്ല വിശദമായി കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് കുറച്ച് ക്ലീനിങ് വർക്കുകൾ. അതായത് ഒരു സാധാരണ വീട്ടിലെ അമ്മ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ, അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും ഞാനിതൊക്കെ ചെയ്യുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്ലീനിങ് ചെയ്യും, പിന്നെ അടുക്കി പെറുക്കിയൊക്കെ വെക്കും. അങ്ങനത്തെ ചെറിയ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്നതല്ല, എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മടിയുള്ള ആളാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അത് ചെയ്യണം. പിന്നെ എനിക്കിന്ന് എൻ്റെ താടിയൊക്കെ നല്ല രീതിക്ക് വളർന്നു, പിന്നെ മുടി നല്ല രീതിക്ക് വളർന്നു. അപ്പം അതൊക്കെ ഒന്ന് വെട്ടണമെന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയ്ക്ക് അത് കാണിക്കത്തില്ല. അപ്പം അതൊക്കെയാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒട്ടും വയ്ക്കേണ്ട, നമുക്ക് വീഡിയോയിലിട്ടു. അപ്പോൾ ഗായ്സ്, ആദ്യം തന്നെ നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ആക്കാം. ഇത് ആക്ച്വലി ചേട്ടനും ചേച്ചിയുടെ റൂമാണ്. പക്ഷെ അവരില്ലാത്ത ടൈമിൽ ഞാനാണ് ഇതാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറയും. കാരണം ഇവിടെ നിന്നിട്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ഇത് മറ്റേ അലമാരി, ഇവിടെ 2 അലമാരിയുണ്ട്. ഇത് ചേച്ചിക്ക് വേണ്ട, അല്ല ശരി, ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹോം ടൂർ പറയുന്നത് പോലെയാവും. അവിടെ നമുക്ക് ആദ്യം തന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഒരു ടൈം ലാപ്സ് ഇട്ടിട്ട് കാണിക്കാം. അതായത് വെറുതെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും.
അപ്പോൾ ഗായ്സ് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ടോട്ടൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 14,818 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പം എന്നെ ഇതുവരേക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. മുന്നോട്ടും ഇതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നല്ല രീതിക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യം മാക്സിമം എൻ്റർടൈനിങ് ആകുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ഇനിയും ആവശ്യമാണ്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇത് ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അപ്പം നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാട് തീർന്നു. ഇപ്പം ഒരു മുറി, ഒരു ഹാള്, ഇപ്പം 2 മുറി 1 ഹാള് മാത്രമേ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുള്ളൂ. എന്നിട്ടും എൻ്റെ ഊപ്പാട് ഇളകിയ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന അമ്മേനെയും അതുപോലെ അമ്മയെപ്പോലുള്ള മറ്റമ്മമാരെയും അവർക്ക് ഒരു വലിയൊരു സല്യൂട്ട്. കാരണം ഭയങ്കര പാടാണ് കേട്ടോ ഇതൊക്കെ. ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ന് നീ ക്ലീൻ ചെയ്തില്ലേ എന്നൊക്കെ ഭർത്താക്കന്മാർക്ക് പറയാം. പക്ഷേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അയ്യോ നടുവൊടിഞ്ഞ്. വെറും ക്ലീനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഗൈസ്. അപ്പം ഇതിൻ്റെ കൂടെ ഇനി പാത്രം കഴുകണം, തുണിയലക്കണം, പിന്നെ കറി വെക്കണം, പിന്നെ പിള്ളേരെ നോക്കണം. അങ്ങനെ ഇഷ്ടംപടി കാര്യങ്ങളാണ് ഒരു അമ്മ ഒരു ദിവസം ചെയ്യുന്നത്. സമ്മതിക്കണം, നിങ്ങളെ ശരിക്കും സമ്മതിക്കണം. ഇത്രയും ചെയ്തപ്പോഴേ ഞാൻ മടുത്തു ഗൈസ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ മുറി. എൻ്റെ മുറിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കി ഇടാറുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ഇതിൻ്റെ അകത്ത് പൊടിയായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇവിടെ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിട്ട വീടാണ്. അപ്പം ഇത് സീൽ ചെയ്തിട്ടില്ല. സീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇതിൻ്റെ അകത്ത് പൊടി വീണുകൊണ്ടേയിരിക്കും. പിന്നെ പോരാത്തതിന് വെള്ള ടൈലും കൂടിയാണ്. അപ്പോൾ എന്താണേലും എപ്പോഴും ഇവിടെ പൊടിയായിരിക്കും. പൊടി നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എത്രയൊക്കെ അടിച്ചിട്ടാലും വീണ്ടും പൊടി വന്നുകൊണ്ടിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു ദിവസം പൈസ ഉണ്ടാവുകയാണെങ്കിൽ ഈ സീലിംഗ് ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഈ മുറി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡൊക്കെ നമ്മളിപ്പോൾ അടിച്ചു വാരിയിട്ടേക്കാണ്. അപ്പം ബെഡൊക്കെ അടിച്ചു വാരി, ബെഡൊക്കെ കുടഞ്ഞു വിരിച്ചു. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു നല്ലൊരു ബെഡ്ഷീറ്റ് വിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബാഗൊക്കെ ഒന്ന് നീറ്റ് വെക്കണം. ഗൈസ് ഞാനിപ്പോൾ അടിച്ചിട്ടത് വീണ്ടും ഇവിടെ പൊടി വന്നു. അപ്പുറത്തെ മുറിയാണെങ്കിൽ തുടച്ചിട്ടേക്കണമെന്ന് ഇപ്പോൾ അടിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുണ്ടോ ഇവിടെ ഇതുപോലത്തെ ഒരു ഷെൽഫ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പം ഇതെന്തായാലും നമുക്ക് ഒന്ന് തുടയ്ക്കണം, ഒന്ന് വൃത്തിയാക്കണം. അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം. പിന്നെ ഗായ്സ് എനിക്ക് ഒരു സെക്കൻഡ് ചാനലും കൂടിയുണ്ട്. അത് സൂരജ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ. അതിൻ്റെ അകത്ത് ഞാൻ കൂടുതലായിട്ടും വ്ളോഗിങ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇടാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പം ഇത് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ സാധനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ടാക്കണം. എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും ഞാൻ കാണിക്കത്തില്ല. ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഞാൻ അവസാനത്തെ ഒരു ഇത് കാണിക്കാം. അപ്പോൾ ബൈ. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് കയറി വരുമ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ ഇരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ലാപ്ടോപ്പാണ്. ഇപ്പം നിലവിൽ ഞാനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലോട്ട് കയറാനുള്ള വഴി, ഇത് ചേച്ചിയുടെ ഒക്കെ മുറിയിലോട്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ ചേച്ചിയുടെ മുറിയിലോട്ട് കയറുന്നത്. ഇവിടെ അങ്ങനെ അടിച്ചു വാരി തുടച്ചു. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അടിച്ചു വാരി തുടച്ചു അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മര്യാദയ്ക്ക്. അപ്പോൾ ഇതാണ് ആ റൂമിൻ്റെ ഒരു ലുക്ക്. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഡെക്കറേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാം പേജസും എല്ലാം ഞാൻ കുറേയൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ബഡ്ജറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ തലയിടാത്തത്. പിന്നെ ഇവിടെ 2 പക്ഷേ ഇതുണ്ട് കേട്ടോ. ഇവിടെ ഒരു കണ്ണാടി, അത് അലമാരയുടെ, മറ്റൊരു കണ്ണാടി അതും അലമാരയുടെ. പിന്നെ
പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ മുറി ഇവിടെ ഞാൻ പറയില്ലേ ഓടിട്ട വീടാണ്. അപ്പം ഓടിട്ട വീടായതുകൊണ്ടാണ് ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ അടിച്ചു വരേണ്ട ഒരു അവസ്ഥ വരുന്നത്. പിന്നെ ഇവിടെ 2 സോഫ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അടിച്ചു വാരി. പിന്നെ ഈ മുറിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് കുടഞ്ഞു വിരിച്ച് അത്രേ ഉള്ളൂ. പിന്നെ ഈ പുറത്തോട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ മുറി. ഇവിടെ ഞാൻ ജസ്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കി വെച്ചു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിവിടെ ചെയ്ത സംഭവങ്ങൾ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഷോർട്സ് വീഡിയോസിന് തന്ന അതേ സപ്പോർട്ട് തന്നെ നിങ്ങളുടെ ലോങ് വീഡിയോസിലും തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഡെയിലി ഈ ക്ലീനിങ്ങും ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം തന്നെ വീഡിയോസ് ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഇനി ആ കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ എനിക്ക് ആകെ ഇന്ന് കിട്ടിയ ഒരു ഗുണപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അച്ഛനെയും അമ്മേനെയും അതുപോലെ അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ എന്താ പറയുക, അമ്മമാരുടെ കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത് എന്നുള്ളൊരു സംഭവം എനിക്ക് എപ്പോഴും പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ആ സംഭവങ്ങൾ ചെയ്തപ്പോൾ തന്നെ ഞാൻ നല്ല രീതിക്ക് മടുത്തു. അപ്പോൾ ഡെയിലി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആണെങ്കിലും ഡെയിലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഉൾബോധം എനിക്കുണ്ടായി. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്നാലും ഞാനത് നിങ്ങളോട് പറയുകയാണ്, ഇപ്പോഴും നിങ്ങൾ ജസ്റ്റ് അമ്മയെ സഹായിച്ചിട്ടില്ല, അച്ഛനെ സഹായിച്ചിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സഹായിച്ച് നോക്കുക. അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രൈസ്ലെസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളും അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.